അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഒക്ടോബർ 7 ഇന്ന് വന്നിട്ടുള്ള ചൊവ്വാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനം അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വഞ്ചിക്കപ്പെടുന്ന ചുമട്ട് തൊഴിലാളികൾ എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനം സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം കൂടിയായ ബഹുമാന്യനായ വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് സാഹിബ് ഇന്ന് എഴുതിയിട്ടുള്ള ലേഖനം അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സമുന്നത നേതാവായിരുന്ന മുഹമ്മദ് അഷ്റഫിൻ്റെ കഠിന പ്രയത്നത്തിലാണ് 1978 കേരള ചുമട്ടുതൊഴിലാളി നിയമം സാധ്യമാകുന്നത്. 1968 ചുമട്ടുതൊഴിലാളി നിയമം എന്ന നിർദ്ദേശം ആദ്യമായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ മുഹമ്മദ് അഷ്റഫ് മുന്നോട്ട് വെക്കുന്നത്. 1971 കണ്ണൂർ ചുമട്ടുതൊഴിലാളി സമരത്തിന് പ്രതിവിധിയായി വീണ്ടും അദ്ദേഹം ഈ ആവശ്യം നിർദ്ദേശിക്കുകയും അതേ വർഷം സെപ്റ്റംബർ 30 ചേർന്ന സംസ്ഥാന വ്യവസായ ബന്ധസമിതികളിൽ അദ്ദേഹം തയ്യാറാക്കിയ ചുമട്ടുതൊഴിലാളി നിയമത്തിൻ്റെ കരട് ലേബർ കമ്മീഷൻ ബാലസുബ്രഹ്മണ്യം മുമ്പാകെ അവതരിപ്പിക്കുകയും അത് പിന്നീട് 1978 കേരള ചുമട്ടുതൊഴിലാളി നിയമമായി മാറുകയും ചെയ്തത് ചരിത്രമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലെ ചുമട്ടുതൊഴിലാളികൾക്കുള്ള പെൻഷൻ അടക്കമുള്ള പല നിർദ്ദേശങ്ങളും നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ചുമട്ടുതൊഴിലാളിയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ നിയമം തൊഴിൽ മേഖലയിൽ കേരളം അന്ന് നടത്തിയ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ്പായിരുന്നു. വാഹനത്തിലേക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തലച്ചുമടായോ വണ്ടിയുടെ സഹായത്താൽ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം വേണ്ട സാധന സാമഗ്രികൾ ഒഴികെയുള്ളവ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുമായി നേരിട്ടോ കരാറുകാർ മുഖേനയോ കൂലിക്കോ അല്ലാതെയോ ഏർപ്പെട്ട തൊഴിലാളികൾക്കാണ് ചുമട്ടുതൊഴിലാളി നിയമ പരിരക്ഷ ലഭിക്കുന്നത്. 1978 നിയമം പാസാക്കുകയും പിന്നീട് ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുകയും കാലാകാലങ്ങളിൽ നിയമസഭകൾ ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി 1984 ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് നിലവിൽ വരികയും ചെയ്തു. കേരളത്തിലുടനീളം 2.5 ലക്ഷത്തിലേറെ അംഗീകൃത ചുമട്ടുതൊഴിലാളികളുണ്ട്. അറ്റാച്ച്ഡ്, അൺഅറ്റാച്ച്ഡ്, സ്കാറ്റേർഡ് എന്നീ 3 വിഭാഗം ചുമട്ടുതൊഴിലാളികൾ ആണുള്ളത്. ഒരു സ്ഥാപനത്തിൽ മാത്രം തൊഴിലെടുക്കുന്നവരാണ് അറ്റാച്ച്ഡ് തൊഴിലാളികൾ. വിവിധ സ്ഥാപനങ്ങളിൽ മാറി മാറി തൊഴിലെടുക്കുന്നവർ അൺഅറ്റാച്ച്ഡ് തൊഴിലാളികളും. സ്ഥിരമായ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ ഗ്രാമങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്കാറ്റേർഡ് വിഭാഗം തൊഴിലാളികളുമാണ്. ഈ തൊഴിലാളികൾക്കെല്ലാം ചുമട്ടുതൊഴിലാളി നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി രജിസ്റ്ററിംഗ് അതോറിറ്റിയായ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസുകളിൽ നിന്ന് തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിട്ടുള്ളതാണ്. ഓരോ പ്രദേശത്തും ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം, ജോലിയെടുക്കാൻ അർഹതപ്പെട്ട പ്രദേശങ്ങളുടെ അതിർത്തി, അവരുടെ കൂലി എന്നിവയെല്ലാം ചട്ടങ്ങൾ അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും തൊഴിലാളികൾ അച്ചടക്കരഹിതമായി പെരുമാറുകയോ അമിത കൂലി വാങ്ങുകയോ ചെയ്താൽ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ചുമട്ടുതൊഴിലാളി നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് നിലനിന്നിരുന്ന നോക്കുകൂലി വ്യവസ്ഥയ്ക്കെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ പ്രസ്ഥാനം STO ആയിരുന്നു. പുതിയ തലമുറക്ക് ചുമട്ടുതൊഴിലാളികൾ പരിപൂർണ അച്ചടക്കത്തോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളാണെന്ന മിഥ്യാധാരണയുടെ പുറത്ത് വ്യവസായങ്ങളും വ്യാപാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളും സങ്കീർണതകളും ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ന അവകാശവാദത്താൽ 2017 ഇടത് സർക്കാർ കൊണ്ടുവന്ന ദി കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ
ഓർഡിനൻസ് പ്രകാരം കേരള ചുമട്ടുതൊഴിലാളി നിയമത്തിൽ അടക്കം കാതലായ മാറ്റങ്ങളും വന്നു. ഇത് ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ ബാധിച്ചു. വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, കമ്പോളങ്ങൾ എന്നിവിടങ്ങളിൽ ഉടമയ്ക്ക് ഇഷ്ടമുള്ള തൊഴിലാളികളെ നിയമിക്കാനുള്ള അധികാരം നിയമം ഭേദഗതി നൽകുന്നുണ്ട്. അംഗീകൃത തൊഴിലാളികൾക്ക് തൊഴിലവകാശം നിഷേധിക്കുന്ന ഈ ഭേദഗതി കടുത്ത അനീതിയും കേരളത്തിലെ ചുമട്ടുതൊഴിലാളി സമൂഹത്തോട് കാണിക്കുന്ന ദ്രോഹവുമാണ്. നിരവധി വർഷങ്ങളായി ഈ രംഗത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും കുടുംബങ്ങളെയും വഴിയാധാരമാക്കുന്ന നിലപാടാണ് ഇതിലൂടെ സർക്കാർ സ്വീകരിച്ചത്. ഈ നിയമത്തിൻ്റെ പഴുതിലൂടെയാണ് കോടതി ഉത്തരവുകളിലൂടെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ വൈദഗ്ധ്യം ചോദ്യം ചെയ്യപ്പെടുകയും മതിയായ സ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് പലരെയും ജോലിയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. നിലവിൽ അതാത് പ്രദേശത്ത് തൊഴിലെടുക്കുന്ന ചുമട്ടുതൊഴിലാളികൾക്കാണ് അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ ചുമട്ടുതൊഴിലാളിയാണെന്ന അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നത്. ഇത്തരം തൊഴിലാളികൾക്ക് നിയമം അനുശാസിക്കുന്ന തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. നിയമത്തിലെ പോരായ്മകൾ കാരണം തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ളവരെ വെച്ച് തൊഴിൽ ചെയ്യിക്കാമെന്ന നിലയിലേക്ക് നിയമത്തെ വ്യാഖ്യാനിച്ച് പലരും കോടതി ഉത്തരവിലൂടെ നിലവിലുള്ള തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച് അതിഥി തൊഴിലാളികളെ പോലും ചുമട്ട് തൊഴിലാളികളാക്കി മാറ്റുന്ന സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത്. ഇതുമൂലം അംഗീകൃത ചുമട്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമോ തൊഴിൽ ലഭ്യത കുറയുകയോ ചെയ്യുന്നു. STU അടക്കമുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ഇതിനെതിരെ നിലവിലെ നിയമത്തിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വിവിധ സമരങ്ങൾ നടത്തുകയും അധികാരികൾക്ക് മുന്നിൽ നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തതാണ്. പലപ്പോഴും സർക്കാർ തൊഴിലാളി സംഘടനയുടെ യോഗം വിളിച്ച് പണിമുടക്കടക്കമുള്ള സമരങ്ങളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെടുകയും തൊട്ടടുത്ത നിയമസഭാ സമ്മേളനങ്ങളിൽ നിയമ ഭേദഗതി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതുമാണ്. മാത്രമല്ല, കേരളത്തിലെ പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം ഒന്നിച്ചിരുന്ന് ആവശ്യമായ നിയമ ഭേദഗതികൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ട് വർഷങ്ങൾ ഏറെയായി. നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വർഷങ്ങൾ തള്ളി നീക്കുന്നത് സർക്കാരിൻ്റെ തൊഴിലാളി വഞ്ചനയാണ്. യന്ത്രവൽക്കരണവും മൂലവും ആധുനികവൽക്കരണം മൂലവും തൊഴിൽ നഷ്ടപ്പെടുന്ന ഈ മേഖലയ്ക്ക് താങ്ങാവേണ്ട സർക്കാർ തന്നെ തൊഴിലാളികളുടെ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. സർക്കാരിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് സ്റ്റേറ്റ് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ STUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. ചുമട്ട് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്ക് ഇന്നത്തെ നിയമസഭാ മാർച്ച് തുടക്കമാകുക തന്നെ ചെയ്യും. ഇന്നത്തെ നിയമസഭാ മാർച്ച് വളരെ ശ്രദ്ധേയമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പ്രിയങ്കരായ നേതാക്കൾ എല്ലാം അണിനിരന്നുകൊണ്ട് നടന്ന ഈ നിയമസഭാ മാർച്ച് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭയിലേക്ക് നടന്ന മാർച്ച് അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചുകൊണ്ട് യൂണിഫോം അണിഞ്ഞുകൊണ്ട് ചുമട്ട് തൊഴിലാളികൾ നടത്തിയ വളരെ ശ്രദ്ധേയമായൊരു മാർച്ചായി ഈ മാർച്ച് മാറിയിട്ടുണ്ട്. കൃത്യമായി തന്നെ അതിൻ്റെ കാതലായ വശം ബഹുമാന്യനായ ഈ ഫെഡറേഷൻ്റെ ചുമട്ട് തൊഴിലാളി ഫെഡറേഷൻ്റെ പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട വല്ലാഞ്ചിറ മജീദ് സാഹിബ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം കൂടിയായ ബഹുമാന്യനായ മജീദ് സാഹിബ് കൃത്യമായി തന്നെ ഇന്നത്തെ നിയമസഭാ മാർച്ചുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും തൊഴിലാളികൾക്ക് അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും കൃത്യമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും കൃത്യമായി ഇന്നത്തെ ഈ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ലേഖനം ഒരു STUവിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കൂടി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഈ കൃത്യമായും തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി ശക്തമായി പ്രതിരോധിക്കുന്ന, ശക്തമായി തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയോട് കൂടിയാണ് സ്വന്തം തൊഴിലാളി യൂണിയൻ STU എന്നുള്ളത് കൂടി ഈ സമയത്ത് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ
സമരങ്ങൾക്കും കഴിഞ്ഞ എല്ലാവിധ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നേതാക്കളെ ഈ സമയത്ത് മുത്തക്കണ്ടം പ്രശംസിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ശക്തമായി മുന്നിലുണ്ടാകുമെന്ന് ട്രേഡ് യൂണിയൻ രംഗത്ത് ശക്തമായ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യൂണിയൻ നേതാക്കൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് എസ് ടി യു.